ഫ്രണ്ട്സ്, ജിജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ നമ്മൾക്ക് കിട്ടുന്നതിനനുസരിച്ച് നമ്മുടെ സീസണിനനുസരിച്ചിട്ട് നമ്മൾ പലതരം കറികളും ഉണ്ടാക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇന്നും അതുപോലെ ഞാൻ ഒരു നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ആ കുക്കറിലേക്ക് ഇടിച്ചക്ക കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ്. പിന്നെ അതിൻ്റെ കറിയൊക്കെ കളഞ്ഞ് എടുത്തതാണ് കേട്ടോ. തോലൊക്കെ കളഞ്ഞ് ഇതുപോലെ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതൊന്ന് വേകാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് മൂടി അടച്ച് വെച്ച് ഒറ്റ വിസിൽ മാത്രം വന്നാൽ മതി. അത് വരുന്നവരെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പം ഇത് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ചൂടൊക്കെ ആറിയതാണ്. ഒറ്റ വിസിലേ വേണ്ടൂ. അപ്പോൾ നമ്മൾക്കിനി ഇത് ഉണ്ടാക്കാൻ നോക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്. അതിലേക്ക് 1 ടീസ്പൂണ് കടുകും 1/2 ടീസ്പൂണ് പെരിഞ്ചീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മൂത്ത് വരുമ്പോൾ കുറച്ച് തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. തേങ്ങാക്കൊത്ത് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലപോലെ വറുത്തെടുക്കുക. ഇതുപോലെ ആയി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് 2 ആയിട്ട് കീറിയിട്ടാൽ മതി. ഒരു 3 പച്ചമുളകുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ വലിയ സവോളയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. സവോള കുറച്ചൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂണ് ഗരം മസാല ഇവയിട്ട് നല്ലപോലെ ഒന്നുകൂടെ വഴറ്റിയെടുത്ത് ഇതിൻ്റെ പച്ചവാസന പോകുന്നത് വരെ ഒന്ന് വഴറ്റണം. അതിനുശേഷം ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. ഒരു വലിയ തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുത്ത് ഇതൊന്ന് വാടിക്കിട്ടണം. നല്ലപോലെ തക്കാളി വാടിക്കിട്ടണം. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ചെറുനാരങ്ങ നീര് കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 മുറി ചെറുനാരങ്ങ നീരാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് മൂടി അടച്ച് വെച്ച് 1 മിനിറ്റ് ഒന്ന് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. തക്കാളി ഒന്ന് നല്ലപോലെ വെന്ത് കിട്ടണം. അപ്പോൾ ഇതൊരു മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ വാടിക്കിട്ടിട്ടുണ്ട് തക്കാളി. നമ്മൾക്കിതിലേക്ക് വേവിച്ച് വെച്ച ഇടിച്ചക്ക ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾക്ക് ഇതൊന്ന് മൂടി അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അതിന് മുന്നേ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ കറിയുടെ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. മസാലകളൊക്കെ നമ്മുടെ ഇടിച്ചക്കയിൽ പിടിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് മല്ലിയിലയും ഒരു 3-4 പുതിനയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ്. നല്ല സ്വാദുള്ള ഒരു ഇടിച്ചക്ക കറിയാണിത്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഈ സീസണിൽ നമ്മൾക്ക് ഇടിച്ചക്ക ഒത്തിരി കിട്ടുമല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം.